നമുക്കെല്ലാവർക്കും ഒരു ലവ് സ്റ്റോറി ഉണ്ട്. നമുക്ക് മാത്രം സ്പെഷ്യലായ എനിക്കുമുണ്ടായിരുന്നു. ഞാനും പ്രേമിച്ചിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ. ട്രിനിറ്റി ലൈസ്യം. ഈ സ്കൂളിൽ വെച്ചാൽ ഞാൻ എൻ്റെ +2 കാലഘട്ടം ചെലവിട്ടത്. മനസ്സിലെവിടെയോ ഉറങ്ങിക്കിടന്ന പ്രണയം വെളിച്ചം കണ്ടത് ഏതാണ്ട് ഈ സമയത്തായിരുന്നു. വെളിച്ചം കണ്ടതല്ല, കാണിച്ചതാ ഒരു തെണ്ടി. രമേശ്, towards the end of summer, she decided to take all her jewelry and leave for her father's house. She could not bear to see her jewels, which she cared for like her own child, being thrown into the risky depths of business. She did not cherish the value of the caresses of her husband, whom she considered only as a means to extract the bangles and necklaces which adorned her. She decided to take all her jewelry and leave for her father's house. She could not bear to see her jewels, which she cared for like her own child, being thrown into the risky depths of business. She did not cherish the value of the caresses of her അവൻ്റെ സംശയത്തിനുള്ള ഉത്തരം കാലം തെളിയിച്ചെങ്കിൽ ആ നായിൻ്റെ മോനിട്ട് തന്ന സംശയം അത് ചെന്നെത്തിയൊരു പ്രണയത്തിലായിരുന്നു. എൻ്റെ ആദ്യത്തെ പ്രണയം. ശ്രേയോട് എൻ്റെ ഇഷ്ടം പറയാൻ ഞാൻ തീരുമാനിച്ചു. സഹായിക്കാമെന്ന് രമേശൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. അളിയ, ആ പ്രശ്നം അങ്ങനെ തീർന്നെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു.
അങ്ങനെ ഈ കാര്യത്തിനൊരു തീരുമാനമായി. എനിക്ക് ധൈര്യം തന്ന രമേശിൻ്റെ കാര്യമായിരുന്നു അതിലും കഷ്ടം. ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും എനിക്ക് പ്രണയത്തെ വെറുക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ വീണ്ടും പ്രണയിച്ചു, കോളേജിൽ വെച്ച്. ഈ കഥയുടെ തുടക്കം ഇതല്ല. ഈ നടന്നു വരുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, കോളേജിൽ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരി ലിയ. ഹായ്. ഹായ്, ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നീ ഇന്ന് പോയിട്ട് ഫ്രീ ആണോ? ഫ്രീ, കുറച്ച് പാക്കിംഗ് ഉണ്ട്. എന്തേ? അനുവിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെന്താ ഇപ്പം ഗിഫ്റ്റൊക്കെ മേടിക്കാൻ? അല്ല, ക്രിസ്മസ് ഫ്രണ്ടേ. അതിന് ഞാൻ എന്തിനാ വരുന്നത്? നീ ആവുമ്പോൾ അവളുടെ ഫ്രണ്ടല്ലേ, നിനക്കല്ലേ അവളുടെ ഇഷ്ടം. വരാം, പാക്കിംഗ് കഴിഞ്ഞ് വരാം, വിളിക്കാം. നീയാൾക്ക് വിളിക്കാൻ ഫോണൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ വിളിക്കാം? ഹോസ്റ്റലിൽ നിന്ന് വിളിക്കാടാ. ഞാൻ ശരി. പിന്നെന്താ നടന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും വൈകിട്ട് ഞങ്ങൾ കടയിൽ പോയി. ഡാ, ഇതെങ്ങനെയുണ്ട് നോക്കേ. ഇത് വേണ്ട. ഡാ, ഇതെങ്ങനെയുണ്ട്? അയ്യേ, ഇത് വേണ്ട. വേണ്ട വേണ്ട. നീ ഇനി എന്നാ വരുന്നത്? 3-ാം തീയതി. നിന്റെ ആ ചൈൽഡ് ഫ്രണ്ടിനെ തിരക്കിയെന്ന് പറഞ്ഞാൽ. ആരെ? റഫീഖിനെയോ? അടുത്ത ദിവസം ക്രിസ്മസ് പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ലിയ നാട്ടിലേക്ക് പോയി. വെക്കേഷൻ്റെ 6 ദിവസങ്ങളിലൊരു കുഴപ്പവുമില്ലായിരുന്നു. പിന്നീടെന്തോ ഒരു വല്ലായ്മ പോലെ. എൻ്റെ കോളേജിനെ ഞാൻ മിസ് ചെയ്തിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കി, പക്ഷേ എന്ത് ചെയ്തിട്ടും അത് മാറിയില്ല. ഒന്നിനൊരു താല്പര്യമില്ലാത്ത പോലെ. ആ വല്ലായ്മയുടെ കാരണം ആദ്യം എനിക്ക് മനസ്സിലായില്ല. Until I noticed that I missed her.
അവളോട് എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. പക്ഷെ എന്ത് വന്നാലും അവളോട് ഞാൻ എൻ്റെ ഇഷ്ടം പറയാൻ തീരുമാനിച്ചു. ഞാൻ കാത്തിരുന്ന ആ ദിവസം വന്നു. അവൾ തിരിച്ചെത്തി. അതുവരെ കാണാത്ത സൗന്ദര്യം അന്ന് ആദ്യമായി അവളിൽ ഞാൻ കണ്ടു. അതുവരെ തോന്നാത്തതെന്തോ ഞാൻ അനുഭവിച്ചു. ഹായ്. ഹായ്. എന്തു പറ്റി? ഒന്നുമില്ല. അവനെ ഞാൻ കൊല്ലും. ആരെ? ആ റഫീഖിനെ. അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു. പ്രപ്പോസോ? അപ്പൊ നീ എന്തു പറഞ്ഞു? ഞാനെന്ത് പറയാനാ, ഞാൻ ചൂടായി. എനിക്ക് അവനെ ചെറുപ്പം തൊട്ടേ അറിയാം. എന്നിട്ടാണ് അവൻ എന്നെ കയറി പ്രപ്പോസ് ചെയ്തത്. അത് നീ ഫ്രണ്ട്സ് തമ്മിൽ പ്രപ്പോസ് ചെയ്താ? ഡാ നീ പറ, നിന്നെ പോലെ ഇരുന്ന എന്താ അവന്? അത് വിട്ടിട്ട് പ്രേമം എന്ന്. ഫ്രണ്ട്സ് തമ്മിലാണല്ലോ എനിക്കിഷ്ടമല്ല. Last class, we have discussed about 8086 architecture and ഈ pin-out വ്യക്തിക്ക് ഈ diagrams. കഥയുമായി യാതൊരു ബന്ധവുമില്ല. You all know about it. എങ്കിലും Today, ഈ കഥയുണ്ടാവാൻ കാരണം we ഇദ്ദേഹം. are going to discuss about the addressing modes of 8086. ഇത് ആരാന്ന് ചോദിച്ചാൽ The way in ഇതാണ് which ഞങ്ങളുടെ MSD the sir. operand of an instruction is specified. MSD, Okay? മൈക്രോ പ്രൊസസർ ബേസ്ഡ് സിസ്റ്റം ഡിസൈൻ. So, the addressing modes are direct addressing mode, അതെന്താന്ന് ചോദിച്ചാൽ direct addressing mode, ഞങ്ങൾക്കും immediate അറിയില്ല, addressing mode, എനിക്കുന്ന സാറിനും and അറിയില്ല. register addressing mode. These are the addressing modes of 8086 architecture. So that is all for today. We have discussed about 8086 architecture, pin-out diagrams, and addressing modes. So, anyone have any doubts? Huh? Sir, can you give an example for indirect addressing mode? I will refer it and say. അങ്ങനെ ഈ സാറിനെ കാരണം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഗ്രൂപ്പായി ട്യൂഷന് പോയി തുടങ്ങി. ഇത് കാരണം പണമുണ്ടായിക്കൊണ്ടിരുന്ന ട്യൂഷൻ സെൻറ്ററിലേക്ക് ഞാനും പോയി. അവിടെ വെച്ച് ഞാൻ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഫ്രണ്ട്. ഡാ രമേശ്, അവൻ എന്നെ മനസ്സിലായി. കുറച്ച് നാളായിട്ട് ഞാൻ നോക്കുക. ആ ഇടത് സൈഡിൽ ഇരിക്കുന്ന മഞ്ഞ ചുരിദാർ ഇട്ട പെൺകുച്ചി നിന്നെ നോക്കുന്നോന്നൊരു സംശയം. There are mainly 5 types of addressing modes in 8086 architecture. Direct addressing mode, indirect addressing mode, immediate addressing ഈ mode, ലവ് സൈറ്റ് എന്താണെന്ന് implicit addressing ഞാൻ mode, മനസ്സിലാക്കിയത് ഇവിടെ വെച്ച. and there is also മനസ്സിലാക്കി തന്നതോ base indexed addressing mode. സാർ, ദേ ഈ കുട്ടിയാണ്. Care. Speaking of addressing modes,
Addressing modes refers to the way in which the operand of an instruction is referred. Understood? Okay. Moving on to the first addressing mode, that is direct addressing mode. These are also known as absolute addressing mode. This requires a space in an instruction for quite a large addresses, often seen ഞാൻ ലിയോട് കാര്യങ്ങൾ in പറഞ്ഞു. CISC mechanism. അവളതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാലും അവളോട് എങ്ങനെ പോയി ഇഷ്ടമാന്ന് പറയുന്നത്? നിനക്ക് ഇഷ്ടമുള്ള പോലെ പോയി പറഞ്ഞാൽ മതി. ഡാ, ഓൾ ദി ബെസ്റ്റ്. ടേയ്, നീ വന്നേ. ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ, എവിടെ പോയി? സർ, ഇന്നലെ നല്ല സുഖമില്ല. ഇങ്ങനെ പോയാൽ നല്ല സുഖമായിരിക്കും. ചെല്ല്. ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചെങ്കിലും ഞാൻ ചെയ്തു ഇങ്ങനെ. ജീവിതത്തിൽ ഞാൻ 3 തവണ പ്രണയിച്ചിട്ടുണ്ട്. ഓരോ തവണയും അതെനിക്ക് ഓരോ അനുഭവങ്ങൾ തന്നിട്ടുള്ളത്. ആദ്യം അതെന്നെ ഒരു ശത്രുവാക്കി, പിന്നെ ഒരു ഫ്രണ്ട്, ഇപ്പോ ഒരു ബ്രദർ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നത്? അതിന് കാരണക്കാരി ഒരാളാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്.